വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നേരെ നോക്കിക്കോളൂ. ഏരിയ, പെരിമീറ്റർ, ഇംറേഡിയസ് ഇത് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാ വർഷവും പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്ത് തന്നതാണ്, എങ്കിലും ഞാൻ വീണ്ടും ചെയ്തു തരികയാണ്. നേരെ നോക്കിക്കോളൂ. പെരിമീറ്റർ 24 എന്ന് തന്നിട്ടുണ്ട്. പെരിമീറ്റർ 24 ബുദ്ധിമുട്ടില്ലല്ലോ. റേഡിയസ് അല്ലെങ്കിൽ ഇൻ റേഡിയസ് എത്ര തന്നിട്ടുണ്ട്? 2. പെരിമീറ്റർ 24 ആണെങ്കിൽ എസ് എന്താ? എങ്ങനെ എസ് 12 കിട്ടി? എസ് എന്ന് പറഞ്ഞാൽ സെമി മീറ്റർ എന്നാണ്, അത് 12 ആണ്. ദെൻ നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം ഇൻ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ എല്ലാ ആളുകളും പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? A/S. എന്താണ് ഇക്വേഷൻ? A/S അല്ലേ? ഇൻ റേഡിയസ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. ഇൻ റേഡിയസ് ഈസ് ഈക്വൽ ടു A/S. 5 പ്രാവശ്യം പറഞ്ഞ എന്താണ് ഇൻ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ? A/S. സോ നിങ്ങളോട് ഇവിടെ ചോദിച്ചത് ഇൻ റേഡിയസ് അല്ല, ഏരിയയാണ്. ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ ഏരിയക്ക് ഇക്വേഷൻ ഇല്ല, നിങ്ങളായിട്ട് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഒരാളില്ലെങ്കിൽ അവിടെ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടാണ് ഇക്വേഷൻ ഉണ്ടാക്കേണ്ടത്. എ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യാൻ ആരുമില്ല, ആര് വരും? എ. ആറും എസും മൾട്ടിപ്ലൈ ചെയ്യുക, ആർ ഇൻറ്റു എസ്. ഇങ്ങനെയാണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ഒന്നുമില്ലെങ്കിൽ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക. എന്താണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ? ആർ ഇൻറ്റു എസ്. ഒന്നുമില്ലെങ്കിൽ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? വാട്ട് ഈസ് ആർ? 2. വാട്ട് ഈസ് എസ്? 12. സോ ഭയങ്കര ടഫാണ്. 2 ഇൻറ്റു 12 എന്താണ്? 24 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് എഴുതേണ്ടത്. ഇത് നേരെ മനസ്സിലായില്ലേ? യെസ്. ഒരു പേപ്പർ എടുക്കുക, ക്വസ്റ്റ്യൻ ആൻസർ അടച്ചു വെക്കുക, സ്വന്തം ചെയ്തു നോക്കുക.